ഹലോ. ഹലോ. ഞാൻ വിളിച്ച എനിക്കിന്ന് ഉച്ചവരെ വർക്കുള്ളൂ. അപ്പൊ കഴിഞ്ഞിട്ട് ഞാൻ നേരം അതുവഴി അങ്ങ് വരില്ല വീട്ടിലേക്ക്. ഉച്ചക്കാ? നീ സാധാരണ വരുന്ന പോലെ ഉച്ചക്ക് വരാൻ നിൽക്കല്ലേ, രാത്രി വാ. ഇങ്ങനെ പറയണ്ടാന്ന്. ഉച്ചക്ക് വരാം. അഞ്ചര എനിക്കറിയില്ല രാത്രി വന്നാല് പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ലാന്ന്. അല്ല, ഇന്ന് പിന്നെ എനിക്ക് രാത്രി വന്നിട്ട് രാവിലെ പോകാം. നല്ലേ. എനിക്കറിയാത്തതാണ്. ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോ നീ എന്നെ എടുത്തിട്ട് കൂമ്പിലടിക്കുന്നത് എനിക്ക് കാണാനാ. ഇത്ര കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് നീ വരുന്നു. കഷ്ടപ്പെട്ടിട്ട് വരുന്ന നിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നിന്നെ അങ്ങനെ കളയാൻ പറ്റാതുകൊണ്ട്. കളയാൻ പറ്റാന്ന് പറഞ്ഞാൽ നീ കളഞ്ഞില്ലേ? അല്ലേ തന്നെ ഉം. അവക്ക് ഞാൻ രാത്രി വീട്ടിലെത്തിച്ച് പിന്നെ പുറത്ത് പോകുമ്പോ നിന്നെ മൊത്തത്തിൽ സംശയമാണ്. നല്ല ഡൗട്ട് ഉണ്ട് ഞാൻ നിന്റെ അടുത്ത് വരുന്നുണ്ടോ. അല്ല, ഉച്ചക്ക് വന്നാല് എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. അപ്പൊ പിന്നെ ആ തിരക്കിന്റെ അടുത്ത് എന്ത് നടക്കാനാ? എനിക്ക് അതിന് മാത്രം എന്നാണ് ജോലി. ഉച്ചക്കത്തെ നമ്മളെ ജോലി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ ജോലി വേണ്ടു. ഇതാകുമ്പോ എനിക്കൊരു രാത്രിയാകുമ്പോ നമുക്ക് ആസ്വദിച്ച് കളിക്കാം. അതല്ലേ നല്ലത്. രാത്രിയത്തെ ഞാൻ പറഞ്ഞില്ലേ, നല്ല സംശയം ഉണ്ട് അവക്ക്. പിന്നെ അവക്ക് അറിയാതെ ഒന്നല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ അല്ല, അവള് ഒരു പ്രാവശ്യം വന്നിട്ട് അങ്ങോട്ട് വഴക്കിട്ടിട്ട് പോയതാണ്. അപ്പൊ പിന്നെ എനിക്കറിയാലോ. അതുകൊണ്ടാ പറഞ്ഞത്. ആദ്യം പിന്നെ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉച്ചക്കാവുമ്പോ അവള് ഞാൻ ജോലിക്ക് പോയല്ലേ, പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഉച്ചക്ക് തന്നെ ആക്കുന്നത്. സത്യം പറഞ്ഞ ഉച്ചവരെ വർക്ക് ഞാൻ ലീവ് എടുത്തിയാണ് ഉച്ചയ്ക്ക് ശേഷം നിന്റെ അടുത്ത് വരാൻ വേണ്ടി മാത്രം. വന്നാല് ഞാൻ കുളിച്ചിനുമില്ല, ഞാൻ ഒട്ടാകെ വേർത്ത് നിൽക്കുന്നു. വിളിച്ചാൽ മതി. ഇപ്പൊ സമയം പറയാ 12:30 ആയിരുന്നു. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ എന്തായാലും 1 മണി കഴിയും. രാത്രിയാണെങ്കിലാണ് എനിക്ക് ഇഷ്ടം. നീ സ്ഥിരവും ഇപ്പൊ ഉച്ചക്കല്ലേ വരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? അന്ന് ഞാൻ പറഞ്ഞില്ല, അന്നൊരിക്കൽ രാത്രി വന്നിട്ടാണ് അവൾ ആ വീട്ടിൽ നിന്ന് ഉറഞ്ഞു തൂണ്ടിയത്. നമുക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ. അവളോട് പറഞ്ഞോ പിന്നെ രാത്രി എനിക്ക് ജോലിയുണ്ട്, കുറച്ചധികം ജോലിയുണ്ട് എന്ന് പറഞ്ഞോ. പിന്നെ ഞാൻ അവളെ പഠിപ്പിക്കുന്നു. എന്റെ മോളെ അതിനെ കെട്ടി അന്ന് പോലെ തുടങ്ങിയതായി. അത് അന്ന് നിന്നെ തന്നെ അങ്ങ് വെട്ടിയാ മതി. അങ്ങനെ തന്നെ മോള് എന്നെ കഴിച്ചാ പോരേനു. എന്നെ കഴിച്ചവിടെ നീ സമ്മതിക്കും എന്റെ കുടുംബക്കാര്. എന്നാലും ഞാൻ നിന്റെ ഒന്ന് വെച്ച് വരുമോ? നീ അന്ന് എന്റെ വെച്ച് വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ വായി മുട്ടി കാണാൻ നിൽക്കില്ലേ ഇതിന്? അതുകൊണ്ടല്ലേ. പിന്നെ അവരെ പേടിച്ചിട്ടില്ല. നീ ഒറ്റക്ക് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമോ? അല്ല, നിന്റെ ഭാര്യ അത്രക്ക് ഇതാ ഗൗരവക്കാരില്ല. അപ്പൊ എനിക്കറിയില്ലയോ അന്ന് വന്നിട്ട് നിന്നെ പറഞ്ഞു എങ്ങനെയാ? അല്ല, എന്നോട് പിന്നെ ഇതെല്ലാം അറിയുന്നോണ്ട് ഒരു ദേഷ്യമുണ്ട്. എനിക്കെന്നെ അവിടെ മര്യാദയ്ക്ക് ഒരു കാര്യവും നടക്കൂല. മനസ്സിലായോ? അവളിതൊന്നും സമ്മതിക്കില്ലേ? സമ്മതിക്കണം. ഒന്നും സമ്മതിക്കൂല. എപ്പെങ്കിലും അവർക്ക് തോന്നിയ അതായത് നീയും ഞാനും തമ്മിൽ ഈ ബന്ധമെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇത്ര പ്രശ്നം. അത് എന്തെല്ലോ പറയുമ്പോ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി എന്തെല്ലോ സംസാരിക്കുമ്പോ ആദ്യം നിന്നെ കല്യാണം കഴിക്കാൻ വിചാരിച്ചും പ്രശ്നമായതെല്ലാം ഓട് പറഞ്ഞു. പിന്നെ നമ്മള് ആരോ ഇന്ന ആളാന്ന് കാണിച്ചു കൊടുക്കില്ല. അതിന് ഞാൻ നീ സംസാരിക്കുന്നുണ്ട്. അന്ന് വന്നിട്ട് അവള് വഴക്കിട്ടിട്ട് പോയതല്ലേ? പിന്നെ പറഞ്ഞേ. നിന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവളെപ്പോ ഞാൻ കുറച്ച് ലേറ്റായി അവളെപ്പോഴും ചോദിക്കും എന്നെ കാണാൻ പോയിട്ടല്ലേ. സംശയമുണ്ട്. പിന്നെ സംശയം എന്ത് ഉണ്ടാ വരുക? സംശയമുണ്ട്.
ഇത്രയും പറഞ്ഞ മനസ്സിലായിട്ടില്ല. മനസ്സിലായി. അല്ല നിങ്ങൾ അല്ല, കാര്യം അറിയില്ലല്ലോ. പിന്നെ എന്തിനാണ് പിന്നെ വന്നിട്ട് വാക്ക് പറഞ്ഞു? സംശയമില്ലാതുണ്ടാവുന്നു. അപ്പൊ നീ ഇന്ന് ഉച്ചക്ക് വരുന്നു പറഞ്ഞതാണ്. നീ രാത്രി വരാൻ നോക്ക, അതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ രാത്രി വരാൻ പറ്റൂല എന്ന് പറയുന്നത്. ഈ ഉച്ചക്ക് വരുന്നതിന്റെ നമുക്ക് ഇത് ഇങ്ങനെ തുടർന്ന് പോകാനേ പറ്റൂ. എന്നാ പിന്നെ നീ ഭക്ഷണം കഴിച്ചിട്ട് വരുവോ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നില്ല, പിന്നെ ചിലപ്പോൾ വാങ്ങിക്കണം. നീ ഒന്നും വെച്ചില്ലെങ്കിൽ നമുക്കൊരു ബിരിയാണി വേണ്ട, ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നതാണോ, അതല്ലേ ഞാൻ പറഞ്ഞേ. എനിക്കത്തെ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് എന്നെ വിളിച്ചാ മതിയാ. ഓഫീസ് വെച്ചാൽ ഞാൻ വരുമ്പം ഭക്ഷണം അവിടെ ചിക്കൻ ബിരിയാണി വിളിക്കാം. നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് എന്നിട്ട് ഒരു എന്താ പറയാ ഒരു കളിയൊക്കെ കളിച്ച് നമുക്ക് കുളിച്ച് എന്നിട്ട് ഫ്രഷായിട്ട് അവിടെ നിന്ന് ഞാനും പോവാൻ ഏടും പോകണ്ടേ. അതൊന്നും ഞാൻ പിന്നെ ഇവിടെ പോവാനാ, എന്നാ അതാ നല്ലത്. ഭക്ഷണം എല്ലാം സെറ്റാക്കിയിട്ടില്ലെങ്കിൽ എന്താ ഒഴിവാക്കിയാലല്ല, ഓഫ് ചെയ്തോ. ഞാൻ വരുമ്പോ ഫുഡ് കൊണ്ടുവരാം. എന്നാ ഞാൻ കുളിച്ച് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് നിക്കാല്ലേ? ഇന്നൊന്നും പ്രത്യേകത ഉണ്ടാക്കാം. ഞാൻ വന്ന അതല്ലല്ലോ, ശരി മാറ്റെല്ലാം വേണ്ടേ? ദിവസം ഒരേപോലെ കാണുമ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലെങ്കിലും. ഓ എനിക്കൊന്നും കിട്ടാതെ ഒരേപോലെ ഉണ്ടായിരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കിട്ടിയാ മതി. അങ്ങനെയല്ല, മാറ്റം നല്ലതല്ലേ? ഉണ്ട്, പക്ഷേ കിട്ടൂല. കാരണം നീ തന്നെയാണ് പറഞ്ഞല്ലോ. ഇപ്പൊ കാരണം ഞാനായ അല്ലാണ്ട് എല്ലാത്തിനും കാരണം ചെയ്യാം. ആൾക്കാർ നടന്നതിന് ഇത്രയും പ്രശ്നമുണ്ട്. ഇതെല്ലാം ഓരോ മനസ്സിലുണ്ട്, അറിയുന്നുണ്ടാണ്. അത് കല്യാണം കഴിഞ്ഞ് വന്ന ഒരാഴ്ച കഴിയുമ്പോ തന്നെ എല്ലാരും അവർക്ക് പാടിക്കൊടുത്തില്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവം. അതോടുകൂടി അങ്ങനെയെല്ലാം ഗോവിന്ദ. ഒരാഴ്ച വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്നോട്. അപ്പൊ നല്ലോണം നല്ല ഇതിൽ നിന്നിട്ടുണ്ടാവൂലേ എന്നോട്? ഒരാഴ്ച നീയും പക്ഷെ കൊണ്ടുവന്നുണ്ട്. പിന്നെ നീ രാത്രി നോക്കണ്ട, ഉച്ചക്ക് തന്നെ വന്നു. മനസ്സിലായി. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു രാത്രിക്ക് ചാടിയും പിടിക്കണ്ട എന്ന് പറയുന്നു. ഇത് വ്യക്തമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു തരാൻ നമുക്ക് മൂടി വെച്ചിട്ടുണ്ട്. അല്ല, ഈ പകല് നീ എൻ്റെ അടുത്ത് വരുന്നത് ആരെങ്കിലും കണ്ടാലോ? അവളോട് പറയില്ലേ? ക്ലിയർ ആകുന്നില്ല കേട്ടോ ചിലപ്പോ. ഇപ്പൊ ക്ലിയറല്ലേ? അതായത് നിന്റെ അടുത്ത് വരുമ്പോ പിന്നെ നിന്റെ ഒരു അടിയിലുള്ള വീടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ആരും കാണാനില്ലല്ലോ. അതുകൊണ്ടാണ് ധൈര്യം. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങ് പോരും. ധൈര്യം ഇല്ലാണ്ടെന്നില്ല, പക്ഷെ അത് വീട്ടിൽ അവളെ ചെവിയിലെത്തി കഴിഞ്ഞാൽ പണിയാവും. പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെ വരാണ്ട് പോകണ്ടേ? അത് വേണ്ട. എന്നാ പിന്നെ ഞാൻ എന്നോട് മുമ്പ് പറയുമ്പോ എനിക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ നീ കല്യാണം കഴിച്ചപ്പോഴേ അത് ശരിയാവില്ല. അതെന്താ? നീ കല്യാണം കഴിച്ചു പോകുന്നതൊക്കെ ഞാനപ്പോൾ നോക്കി. അത് നീ ഒട്ടും ശരിയാവില്ല. പിന്നെ കാണാണ്ട് ശരിയാവില്ല. നീ വേറെ കല്യാണം കഴിച്ച പിന്നെ പ്രശ്നമില്ലാന്ന്. ഞാൻ അവളായിട്ട് അങ്ങോട്ട് പോകൂലേ. ഇനി എന്ത് കല്യാണം ഞാൻ കഴിക്കില്ല. ഞാൻ നിന്റെ അടുത്ത് ഓടി വരണോ വീട്ടിലുള്ള? അതിന്റെ അടുത്ത് പിന്നെ എപ്പെങ്കിലും കിട്ടിയാ കിട്ടി. അത്രയല്ലേ ഉള്ളൂ. അതെന്താ വേറെ ഇതൊന്നുമില്ലാണ്ട് ഞാൻ നിൽക്കുന്നതാണ്. എങ്ങനെ പറയും? എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഒറ്റക്കുള്ള പ്രയോഗങ്ങൾ. ഞാനത് ഉള്ളതൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ നമ്മളുടെ ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാല് അവിടെ ദേഷ്യം മാറുവാ? അന്നേരം അവളെ സംശയം മാറി. കാരണം ഞാനായിട്ടൊന്നുമില്ല, അവള് കല്യാണം കഴിഞ്ഞു പോയല്ലോ. നീ ഇപ്പൊ നീ ഇങ്ങനെ
സമ്മതിക്കുന്നോണ്ട് ഇപ്പോ എപ്പെങ്കിലും ഇതങ്ങനെ അറിഞ്ഞ പിന്നെ തീർന്നു കിട്ടും ഉച്ചക്ക് എന്റെ അടുത്ത് വരുത്തുന്നതുകൊണ്ടും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ കല്യാണം കഴിക്കുവാന്ന് പറഞ്ഞാല് നിന്നെ കാണാണ്ട് പോണ്ടേ ഇനി നിക്കണ്ടേ? ഓ അതെല്ലാം തോന്നുന്നു